Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിൽക്ക് ബണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബൺ ആണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കി എടുക്കാൻ ഈസി ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. മിൽക്ക് ബൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറച്ചും കൂടെ ബണ്ണിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നേരിട്ട് മൈദയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റും പാലും കൂടെ ഉള്ള മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ചേർക്കുന്നത്. ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർക്കാതെയും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ അയച്ചെടുക്കുന്ന പോലെ നല്ലതുപോലെ അയച്ചെടുക്കണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് അയച്ചെടുക്കാം. കുറച്ച് മൈദ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് എടുത്ത് വെച്ചിട്ട് ഒരു 8-10 മിനിറ്റെങ്കിലും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അയച്ചെടുക്കാം. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ്. കുറച്ച് നല്ലതുപോലെ അയഞ്ഞു കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നീഡ് ചെയ്തെടുത്തില്ലെങ്കിൽ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലതുപോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. ഇത് ഞാൻ കുറച്ചൊന്ന് ഓയിൽ തൂത്തിട്ടുള്ള ഒരു ബൗളിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിനി 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ കുറച്ച് ഒരു 1.5 മണിക്കൂർ കഴിയാതെ എന്തായാലും ഇത് ഒന്ന് ഡബിളായി കിട്ടില്ല. അപ്പോൾ ഇത് ഈസ്റ്റൊക്കെ ആക്റ്റീവായി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 9 പീസാക്കി എടുത്തിട്ടുണ്ട്.
ഇതിനെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് ഒരു ബോളാക്കിയിട്ട് വീണ്ടും കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ഇതേപോലെ പരത്തുമ്പോൾ ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇതേപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ബണ്ണിൻ്റെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഒട്ടും ക്രാക്കൊന്നും വീഴാതെ നല്ലതുപോലെ തന്നെ കിട്ടുന്നത്. അപ്പം ഞാനിതെല്ലാം ബണ്ണിൻ്റെ ഷേപ്പിലാക്കി ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് ഡബിളായി കിട്ടണം. ഞാൻ കുക്കിംഗ് റേഞ്ചിൻ്റെ ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്നൊന്നും ഡബിളായി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ മാവ് ഇതേപോലെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ നല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. തണുപ്പുള്ള സ്ഥലം ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട എടുക്കുന്നതിന് പകരം എഗ്ലെസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാല് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഞാൻ ഇതിൽ 18 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എന്തായാലും 20 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. 18 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പാകമായെന്ന് നോക്കാം. അപ്പോൾ ഇത് 18 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനി തണുത്തിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ കൈയുടെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവണം. അതാണ് കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെന്ന് ഉള്ളൊരു ഇതാണ്. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ബേക്കായി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇതേപോലെ ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ചൂട് പോയിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണുള്ളത്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നോട് ബേസിൽ ലീഫ് ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബേസിൽ ലീഫ്. ഇത് ഞാൻ ലുലുവിൽ നിന്ന് ഒരു 1.5 വർഷം മുമ്പ് വാങ്ങിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും മറ്റൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കും. അങ്ങനെ കിളിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ പിസ്സയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് ഡ്രൈ ആക്കിയിട്ട് വേറെയുള്ള ഓരോ റെസിപ്പികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും.
ഇത് നമ്മുടെ നാട്ടിലെ തുളസിയുടെ അതേ മണവും ഒക്കെ തന്നെയാണ്, കാണാൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ചുക്ക് കാപ്പിയിലൊക്കെ ഇത് തന്നെയാണ് ചേർക്കാറുള്ളത്. ഇവിടെ എനിക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ സ്ഥലമില്ല. അവിടെ ഞാൻ കറ്റാർവാഴയും പിന്നെ അതുപോലെ ഉള്ളി ഒക്കെ കിളിർത്ത് നിൽപ്പുണ്ട്. ഇതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ ഞാൻ തോരനുണ്ടാക്കാനൊക്കെ എടുക്കാറുണ്ട്. ഒരു ചെറിയൊരു കറിവേപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ. കറിവേപ്പ് ഇവിടെ തണുപ്പായതുകൊണ്ടായിരിക്കും കുറച്ചൊന്ന് മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇതാണ് പനിക്കൂർക്ക. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ നീര് കൊടുക്കാറുണ്ട് തേൻ ചേർത്തിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന തുളസിയാണ്. ഇതിൽ ചെറിയൊരു ബീട്രൂട്ട് കിളിർത്ത് വരുന്നുണ്ട്. ഞാൻ വെറുതെ നട്ടുവെച്ചിട്ടുള്ള ചട്ടിയുടെ തന്നെ കോർണറിലായിട്ട് ഒരു ഇഞ്ചി നട്ടുവെച്ചിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി. താങ്ക് യു.